ये है मेरी कहानी. This is the Kerala story. പല രീതികളിലാണ് ഈ ലവ് ജിഹാദ് ഉള്ളത്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് പ്രണയമാണ്, അതുപോലെ തന്നെ മയക്കുമരുന്ന്, പിന്നെ ചതി, നാലാമത് ബ്ലാക്ക് മെയിലിംഗ്. അപ്പോൾ ചതി, പിന്നീട് ഇതിൻ്റെ നഗ്ന ചിത്രങ്ങൾ, അതുപോലുള്ള വീഡിയോകൾ കാണിച്ചുകൊണ്ടുള്ള ബ്ലാക്ക് മെയിലിംഗ്, ഇങ്ങനെയുള്ള 4 രീതികളാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഈ നമ്മുടെ ഒരു പെൺകുട്ടി ഇതിൽ അകപ്പെട്ടാൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങൾ? ഇപ്പോൾ ഹിന്ദു പെൺകുട്ടിയാണെങ്കിൽ 100% ഞാൻ പറയുന്നു, അവൾ ഇതിൽ പെട്ടിട്ടുണ്ട്, ഇവൻ്റെ വലയിൽ, ഈ കൂട്ടുകാരികളുടെയും ഇവൻ്റെയും വലയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പൊട്ട് ഉപേക്ഷിക്കും. നിങ്ങളുടെ നെറ്റിയിൽ തൊട്ടിരിക്കുന്ന പൊട്ട് ആകട്ടെ, ചന്ദനക്കുറി ആവട്ടെ, അത് ഉപേക്ഷിക്കും. 100% ഉപേക്ഷിക്കും. അതൊരു പ്രത്യേക ലക്ഷണമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചന്ദനക്കുറി പിന്നെ തൊടില്ല, പൊട്ടും തൊടില്ല. പൊട്ട് നമ്മളിപ്പോൾ സിന്തറ്റിക് പൊട്ടുകളുണ്ട്, അതുപോലും അവർ തൊടില്ല. അതവർക്ക് പൊട്ട് തൊടിയിക്കാതിരിക്കാനായിട്ട് അത് വേശ്യാവൃത്തിക്ക് തുല്യമായിട്ടുള്ളതായിട്ടും മറ്റു പല അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും കൊടുത്ത് ആ പൊട്ടിനെ കുറിച്ച് ഒരു അപമതിപ്പ് നമ്മുടെ പെൺകുട്ടികളിൽ ഇവൾ കൂട്ടുകാരികളും ഈ ഹോസ്റ്റൽമേറ്റുകളും ഇവനും ഇവൻ്റെ ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ സൃഷ്ടിച്ച് നമ്മുടെ കുട്ടികളെ കൊണ്ട് അത് തൊടിയിക്കാതെയാക്കും. അപ്പോൾ പെൺകുട്ടികൾ ചന്ദനക്കുറി തൊടാൻ മടിക്കുന്നു, പൊട്ട് തൊടാൻ മടിക്കുന്നുണ്ടെങ്കിൽ 100% ആ പെൺകുട്ടി ഇത്തരത്തിലൊരു വരയിൽ വീണു എന്ന് നിങ്ങൾ കരുതും. അതുപോലെ തന്നെ ചുരിദാറിൻ്റെ കൈകൾക്ക് ഇറക്കം കൂടും. ഇവിടം വരെയൊന്നുമല്ല, അത് പിന്നീട് ഇറക്കം കൂടും, ഇവിടെയാവും. ഷാൾ ഉപയോഗിക്കാതെ ചുരിദാറോ മറ്റോ ജീൻസോ ടോപ്പോ ഇടുന്ന കുട്ടികളാണെങ്കിൽ പിന്നീട് അത് ഷാള് ധരിക്കാൻ തുടങ്ങും. കാര്യം തട്ടം അവൻ്റെ കൂടെ പോകുമ്പോഴും അവൻ്റെ കൂടെ എവിടെയെങ്കിലും ബൈക്കിൽ നിങ്ങൾ കാണാത്ത സ്ഥലത്ത് കറങ്ങുമ്പോഴും ഒക്കെ അവനെ ഇവള് മുസ്ലിം പെൺകുട്ടിയായിട്ട് വേണം പോകുവാൻ. അതുകൊണ്ട് തന്നെ ഷാൾ ഉപയോഗിക്കാത്ത കുട്ടികളാണെങ്കിൽ ഷാള് ഉപയോഗിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ആരാധനാമൂർത്തികളെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ വിശ്വാസ പൂജാ രീതികളെക്കുറിച്ച് ഒക്കെ സംശയങ്ങൾ ചോദിച്ചു. അത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാമം ചൊല്ലുക, ദീപാരാധനയ്ക്ക് പങ്കെടുക്കാതിരിക്കുക, വീട്ടിൽ നിലവിളക്ക് കൊളുത്താതിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കാതിരിക്കുക, എന്തെങ്കിലും പ്രാർത്ഥനാ കാര്യങ്ങളുണ്ടെങ്കിൽ അത് വിട്ടുമാറുക. ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണം. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ വീടുകളിലേക്ക് വരുവാൻ അവർക്ക് മടിയാണ്. പണ്ട് എപ്പോഴും അച്ഛനും അമ്മയും കാണാൻ വന്നുകൊണ്ടിരുന്ന പെണ്ണാണെങ്കിൽ ഇതിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വരുന്നത് അവർക്ക് മടിയാണ്. വന്നാൽ തന്നെ പോകാൻ തിടുക്കമായിരിക്കും. വരാൻ മടിയാണ്, വന്നാൽ പോകാൻ തിടുക്കമായിരിക്കും. അതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ കൂടുതൽ നേരം, ഇന്ന് നമുക്കറിയാം മൊബൈലാണ്, തോണ്ടലാണ്. അപ്പോൾ കൂടുതൽ നേരം മൊബൈൽ ആയിട്ട് റൂമിൽ അടച്ചിരിക്കുന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചോളൂ, ഇത് തന്നെയാണ്.